ഓം ശാന്തി. അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. പോയതിനോടൊപ്പം ബാബയ്ക്ക് എല്ലാ സഹോദരി സഹോദരന്മാരുടെയും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ആരുടെയെല്ലാം വിശേഷ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നുവോ, ഭോഗ് ആയിരുന്നുവോ, അതിൻ്റെയും ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ഓർമ്മകൾ ബാബയ്ക്ക് നൽകിയപ്പോൾ ഇന്ന് ബാബ വതനത്തിൽ 2-3 പ്രകാരത്തിലുള്ള ഊഞ്ഞാൽ കാണിച്ചിരുന്നു. ചരടിൽ കെട്ടിയ ഒരു ഊഞ്ഞാൽ ആടുന്നുണ്ടായിരുന്നു. അതിന് ഒരു പ്രത്യേക ആനന്ദം തന്നെയാണ്. മറ്റൊരു ഊഞ്ഞാൽ മുകളിലേക്ക് ഉയരുന്നു, താഴേക്ക് സ്ലിപ്പാകുന്നു. ബാബ കാണിച്ചു തന്ന 3ാമത്തെ ഊഞ്ഞാൽ ബാലൻസോടുകൂടി ചലിക്കുമ്പോൾ ഒരേപോലെ കാണപ്പെടുന്നു. ഒരു വശം ഭാരിച്ചതായാൽ മുകളിലേക്ക് ഉയരുന്നു, ദുർബലമായി താഴേക്ക് വരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് ബാബ കുട്ടികളുടെ ചാർട്ടും കണക്കും മനസ്സിൻ്റെ സങ്കല്പങ്ങളിലെ കാര്യവും നോക്കുകയായിരുന്നു, അളന്ന് നിർണയിക്കുകയായിരുന്നു. ബാബ ഇത് പറയുമ്പോൾ 1 സെക്കൻഡിൽ ഞാൻ ബാബ അളന്ന് നിർണയിക്കുന്നതിൻ്റെ ചിന്തയിൽ ആണ്ടുപോയി. ബാബ പറഞ്ഞു, കുട്ടി നോക്കൂ, കുട്ടിക്ക് 3 പ്രകാരത്തിലുള്ള ഊഞ്ഞാൽ കാണിച്ചു തന്നുവല്ലോ. ഒരു പ്രകാരത്തിലുള്ള ഊഞ്ഞാലിൽ വളരെയധികം ഉന്മേഷത്തിലും ഉത്സാഹത്തിലും വരുന്നു. എന്നാൽ അതിൻ്റെ ചരട് പൊട്ടിപ്പോവുകയാണെങ്കിൽ അപ്പോൾ താഴെ നിലത്തേക്ക് വരുന്നു. എന്നാൽ ആ ഊഞ്ഞാൽ വളരെ നല്ല ഒന്നാണ്. രണ്ടാമതായി കുട്ടികളുടെ കാര്യത്തിൽ കാണിച്ച ഊഞ്ഞാൽ ഉയരുന്നു, സ്ലിപ്പായി താഴേക്ക് വരുന്നു. മൂന്നാമതായി ബാലൻസിൻ്റേതാണ് ബാബ കാണിച്ചത്. ബാബ പറഞ്ഞു, ബാബ സമയമനുസരിച്ച് കുട്ടികളുടെയും ചാർട്ട് നോക്കുന്നു, ഭക്തരുടെയും ചാർട്ട് നോക്കുന്നു. ഭക്തിയിലും വളരെ ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും കയറുന്നു. ഭക്തിയും പൂജയും ആരാധനയും നടത്തുന്നു. പിന്നെ തങ്ങളുടെ സ്ഥാനത്ത് വരുമ്പോൾ പഴയതുപോലെ ആയിത്തീരുന്നു. എന്നാൽ ഇന്ന് വിശേഷിച്ച് ബാലൻസ് ഉള്ള ഊഞ്ഞാലിൻ്റെ മേൽ വളരെയധികം ബാബ ശ്രദ്ധ വരുത്തുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഒരു വശം ഭാരിച്ചതാവുകയും ഒരു വശം ദുർബലമാവുകയും ചെയ്യുന്നു. കുട്ടികളുടെ സ്ഥിതിയും ഒരുപോലെ ആയിരിക്കുന്നതിൽ നിന്നും എപ്പോഴാണോ അല്പമെങ്കിലും കീഴ്മേൽ ആകുന്നത്, അല്പമെങ്കിലും വീഴ്ചയുടെ ഭാഗത്തേക്ക് വരുന്നത്, അപ്പോൾ താഴേക്ക് വരുന്നു, അതായത് നിലത്ത് വരുന്നു. എപ്പോഴാണോ കുട്ടികളുടെ സ്ഥിതി, കുട്ടികളുടെ യോഗം വളരെ നല്ലതായിരിക്കുന്നത്, ബാബയോടുള്ള സ്നേഹത്തിൽ വളരെയധികം മഗ്നം ആയിരിക്കുന്നത്, അപ്പോൾ കുട്ടികളുടെ സ്ഥിതി വളരെയധികം ബാലൻസ് ഉള്ളതായിരിക്കും. ബാബ ഇന്ന് വിശേഷിച്ച് കുട്ടികളുടെ ഇപ്രകാരത്തിലുള്ള ബാലൻസ് നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ഓരോ പ്രകാരത്തിലും ബാലൻസ് വയ്ക്കാറുണ്ട്. ലോകത്തിൻ്റെ കണക്കനുസരിച്ചും കാര്യങ്ങളുടെ മേഖലയിലും വ്യവഹാരങ്ങളിലും വ്യാപാരത്തിലും ഓരോ കാര്യത്തിലും 2 ഭാഗത്തുമുള്ള ബാലൻസ് നോക്കുകയാണെങ്കിൽ അത് നല്ലതായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ബാബ ഇന്ന് വിശേഷിച്ച് 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ബാലൻസ് തുല്യത ഉള്ളത് കാണാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ കുട്ടികളുടെ അവസ്ഥ പൂർണ്ണമായും ഉയർന്നതാകുന്നു, ചിലപ്പോൾ പൂർണ്ണമായും താഴേക്ക് വരുന്നു. ബാബ പറഞ്ഞു, ബാബയ്ക്ക് ഇപ്പോൾ കുട്ടികളുടെ ഈ കളി ഇഷ്ടമുള്ളതായി തോന്നുന്നില്ല. പുതിയ കുട്ടികളായാലും വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ബാബ പുരുഷാർത്ഥവും ഭാഗ്യവും രണ്ടും തുല്യമായി നൽകി. ബാബ സമയമനുസരിച്ച് കുട്ടികളുടെ പുരുഷാർത്ഥവും നോക്കുന്നു, ഭാഗ്യവും നോക്കുന്നു,
ബാലൻസും നോക്കുന്നു. ലാസ്റ്റ് സമയമനുസരിച്ച് ബാബ തൻ്റെ കുട്ടികളുടെ ബാലൻസ്, ഓർമ്മയുടെ ബാലൻസ്, കർമ്മയോഗത്തിൻ്റെ ബാലൻസ്, ഇവയുടെ വിശേഷ ചാർട്ട് നോക്കുകയായിരുന്നു. ബാബ ഇത്രയും കേൾപ്പിച്ചു. പിന്നെ ബാബയുടെ മുന്നിൽ വളരെയധികം അലങ്കരിക്കപ്പെട്ട ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. ബാബയോട് ഞാൻ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് നിമിത്ത സഹോദരിമാരെ പ്രതിയുള്ള ഭോഗാണ്. അംബാലയിലെ സരോജ് ബഹൻ, കൽക്കത്തയിലെ ബിന്ദു ബഹൻ, മറ്റ് പല ആത്മാക്കളുടെയും ഭോഗായിരുന്നു. ബാബ ആ ആത്മാക്കളെ വതനത്തിൽ എമർജ് ചെയ്ത് ബാബ വിശേഷ ആത്മാക്കളെ തൻ്റെ കൈകളിൽ ഒതുക്കുന്നു. ബാബ പറഞ്ഞു, എൻ്റെ ഏത് കുട്ടികളാണോ തുടക്കം മുതൽ ബാബയുടെ സേവനത്തിൽ തൽപരരായിരുന്നത്, അവർ ബാബയുടെ യജ്ഞത്തിൽ, ബാബയുടെ സേവനത്തിൽ വിശേഷ യോഗദാനം, അതായത് കോൺട്രിബ്യൂഷൻ നൽകി. ആ കുട്ടികൾ തങ്ങളുടെ ഭാഗ്യം ഉണ്ടാക്കി, പുണ്യം ശേഖരിച്ചു. കുട്ടികളുടെ ആ കാര്യം ബാബയ്ക്കും ഒരിക്കലും മറക്കുവാനാകില്ല. ബാബയുടെ 2 ഭാഗത്തും സഹോദരിമാർ ഉണ്ടായിരുന്നു. മറ്റ് പല വിശേഷ ആത്മാക്കളും ഉണ്ടായിരുന്നു. അവരെ വളരെ സ്നേഹത്തോടെ മധുബൻ്റെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, കുട്ടികൾ ബാബയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ആശകളും സങ്കല്പങ്ങളുമായി വരുന്നു. ബാബ കുട്ടികളുടെ ആശകളും സങ്കല്പങ്ങളും തീർച്ചയായും പൂർത്തീകരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. അന്യ ആത്മാക്കളെയും ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ നിങ്ങളെല്ലാ സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.